ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും തിരിച്ചുപിടിച്ച് കോഴിക്കോട് ചരിത്ര വിജയം നേടുമെന്നാണ് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ അവകാശവാദം. ഭരണവിരുദ്ധതയും BJPക്കെതിരായ വികാരവും പ്രതിഫലിച്ച തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്തെന്നും പ്രവീൺകുമാർ മീഡിയ വണ്ണോട് പറഞ്ഞു. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊടുവിൽ വോട്ടെടുപ്പും ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്. UDFിൻ്റെ സാധ്യതകൾ, കോഴിക്കോട് ജില്ലയിലെ സാധ്യതകൾ നമ്മോട് സംസാരിക്കുകയാണ് DC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. ഇന്നലെ വോട്ടെടുപ്പ് കഴിഞ്ഞു. ആദ്യമുള്ള ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ടോ? തികഞ്ഞ പ്രതീക്ഷ, ആത്മവിശ്വാസം ഒന്നുകൂടെ വർദ്ധിച്ചു. കാരണം പോളിംഗ് മിഷണറി UDFിൻ്റെത് നന്നായി പ്രവർത്തിച്ചു. UDFിനെ അനുകൂലിക്കാൻ എല്ലാവരും പോളിങ്ങിലെത്തി. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഏകോപനത്തിൽ ജില്ലയിലെ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ തുടങ്ങിയിടത്തിനേക്കാൾ ഇരട്ടിയിലാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. കോഴിക്കോട് നഗരസഭയിൽ ചർച്ച ചെയ്യപ്പെട്ടത് വികസന വിരുദ്ധതയും അഴിമതിയുമാണ്. പിന്നെ പൊതുജന സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ശബരിമലയിലെ സ്വർണം കൊള്ളയും, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് B ടീമായി കേരള സർക്കാർ മാറിയതൊക്കെ തന്നെ. അട്ടിമറി വിജയമാണ് കോർപ്പറേഷൻ നേടാൻ പോകുന്നത്. ഒരുപക്ഷെ ഒരിക്കൽ പോലും UDFന് സ്വപ്നം കാണാത്ത പല സീറ്റുകളും ഇത്തവണ വിജയിക്കാൻ പോകണം. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വിഷയം ഉന്നയിക്കുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉൾപ്പെടെ ഏറ്റവും അവസാന ദിവസവും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉന്നയിച്ചാണ്. അതൊക്കെ ഒരു തിരിച്ചടിയാവില്ലേ? രാഹുൽ മാങ്കൂട്ട് വിഷയത്തിൽ ഞങ്ങൾക്ക് എന്ത് തിരിച്ചടി? അവസാനം വോട്ട് ചെയ്യാൻ വന്നതൊക്കെ എന്ത് തിരിച്ചടി? അത് ഒരു കുറ്റം ചെയ്തെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ട് പാർട്ടി നടപടിയെടുത്ത് കഴിഞ്ഞു. പാർട്ടി ഈസ് ക്ലീൻ ഇൻ ദാറ്റ് കേസ്, അല്ലേ? പക്ഷെ തിരിച്ചപ്പുറത്തോ സ്വർണം കെട്ട ആൾ ജയിലിൽ കിടക്കുക, ചെറുവെല്ലാം ഇറക്കിയിട്ടില്ല പാർട്ടി. ഇതൊക്കെ പൊതുസമൂഹം ചർച്ചയില്ലേ? ഒരു നെഗറ്റീവും UDF ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന നെഗറ്റീവ് അശാസ്ത്രീയമായ വാർഡ് വിഭജനവും വോട്ടർ പട്ടിക കൃത്രിമവും മാത്രമായിരുന്നു. പക്ഷേ അതിനെയും UDF പ്രവർത്തകർ പ്രതിരോധിച്ചു എന്നുള്ളതാണ് ഫീൽഡ് എന്ന റിപ്പോർട്ട്. ഒരു ചരിത്ര വിജയം, കോഴിക്കോട് ഇന്ന് വരെ കാണാത്ത വിജയം ഇത്തവണ UDFന് ജനം സമ്മാനിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന ആത്മവിശ്വാസം അതേ രീതിയിൽ തന്നെ പങ്കുവയ്ക്കുകയാണ് DC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. എന്തായാലും ഒരു ദിവസം മാത്രമേ ഇനി അതിൻ്റെ വസ്തുത അറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതുള്ളൂ. ജിഷ്ണു പീരങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.